വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷഭരിതമാകുകയാണ്. എന്തായിരിക്കും ഈ സംഭവിക്കുക? ഇപ്പോൾ സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് അതിർത്തിയിൽ നിന്നും വരുന്നത്. സാധാരണ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ പഞ്ചാബ് സെക്ടർ, ജമ്മു ആൻഡ് കശ്മീർ സെക്ടർ അല്ലെങ്കിൽ രാജസ്ഥാൻ സെക്ടറിന്റെ വടക്കൻ ഭാഗം, ഇവിടൊക്കെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ പരമ്പരാഗതമായി ഉണ്ടായിരുന്നതും കുറെ കാലം കാര്യമായി ഒന്നും കേൾക്കാനില്ലായിരുന്നതുമായ സർ ക്രീക്ക് പ്രദേശം വീണ്ടും ഒരിക്കൽ കൂടി ശ്രദ്ധയിലേക്ക് വരികയാണ്. കഴിഞ്ഞ മാസം രാജ്നാഥ് സിംഗ് ആ ഭാഗത്തെ സേനാ വിഭാഗങ്ങൾക്ക് അവരോട് നൽകിയ ഒരു സന്ദേശത്തിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞു വെച്ചു. ഗുജറാത്തിൻ്റെയും ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിൻ്റെയും പാകിസ്ഥാന്റെ തെക്കൻ പ്രവിശ്യയായ സിന്ധിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശമാണല്ലോ സർ ക്രീക്ക്, അതിർത്തി പ്രദേശമാണ്. ഇൻഡസ് റിവർ ഡെൽറ്റ ആണെന്ന് വേണമെങ്കിൽ പറയാം. കടലിൽ നിന്നും കരയിലേക്ക് കയറി നിൽക്കുന്ന ഒരു വിടവ്, ക്രീക്ക് 95 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു വിടവാണ്. അതിൽ തന്നെ പല നാരായവേലികൾ പോലെ പതിക്കുന്ന നദികളും എല്ലാം ചേർന്ന ഒരു ചതുപ്പ് പ്രദേശം, അല്ലെങ്കിൽ ലേക്സ് ആൻഡ് ലഗൂൺസ് എല്ലാം ചേർന്ന ഒരു പ്രദേശം, അതാണല്ലോ സർ ക്രീക്ക്. ഇത് കറാച്ചി നഗരത്തിലേക്കുള്ള ഒരു പാത കൂടിയാണ്. അല്ലെങ്കിൽ ഈ പശ്ചിമ മേഖലയിൽ, ഇന്ത്യയുടെ പശ്ചിമ മേഖലയിൽ വേണമെങ്കിൽ പറയാം മുംബൈ കറാച്ചി ബെൽറ്റ്, അത് നാവികപരമായി വലിയ പ്രാധാന്യമുള്ള, വാണിജ്യപരമായും സൈനികപരമായും വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ബോംബെ, പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണ തുറമുഖം കറാച്ചി. ഈ രണ്ട് അന്ന് രാജ്നാഥ് സിംഗിന്റെ പരാമർശത്തിൽ അത് ഉണ്ടായിരുന്നു, കറാച്ചിയിൽ നിന്നും അകലം കുറവാണെന്ന രീതിയിൽ. 70% പാകിസ്ഥാനിലേക്കുള്ള കപ്പൽ ചരക്കുകളുടെ 70% എത്തുന്നത് കറാച്ചിയിലാണ്. അപ്പൊ സർ ക്രീക്ക് കേന്ദ്രീകരിച്ച് ഇന്ത്യ ഇപ്പോൾ ഇതാ ഒരു സംയുക്ത സേനാ അഭ്യാസത്തിലേക്ക് നീങ്ങുന്നു. അതാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനം. തൃശൂൽ, ഓപ്പറേഷൻ തൃശൂൽ, ഇതൊരു സൈനിക അഭ്യാസമാണ്. ഒക്ടോബർ മാസം 29-30 തീയതികളിൽ നടത്തുന്ന സൈനിക അഭ്യാസത്തിനുള്ള നോട്ടാം, അതായത് ഒരു നോട്ടിഫിക്കേഷനാണ്, അലേർട്ടാണ്, വൈമാനികർക്കുള്ള അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് കൃത്യമായി ഈ 2 ദിവസങ്ങളിൽ കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി ആ പ്രദേശത്തെ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴും പാകിസ്ഥാനെ അലോസരപ്പെടുത്താൻ തക്ക ഒരു ഫ്ലെക്സിംഗ് മസിൽസ് ആ പ്രദേശത്ത് ഇന്ത്യയുടെ സൈന്യങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. കാരണം ആ പ്രദേശം ഒരുപാട് കാലമായി ഈ ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റങ്ങളാകട്ടെ, ഡ്രഗ് ട്രാഫിക്കിംഗ് ആകട്ടെ, മറ്റു പല വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന് തുടരാനാവില്ല എന്ന, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൃത്യമായ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പൊ സർ ക്രീക്ക് മേഖലയിൽ കടലിന്റെ ഒരു ചെറിയ ഭാഗം, ആ ക്രീക്ക് എന്ന കടൽ ഇടുക്കിന്റെ ഒരു ചെറിയ ഭാഗം കൂടി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന പാകിസ്ഥാൻ വാദം. ആ വാദം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ അധിക നാൾ, ഇനി കുറച്ച് നാളത്തേക്ക് പാകിസ്ഥാൻ തലപൊക്കില്ലെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയിട്ടുണ്ടോ? ദുർബലന്റെ ഒരു ചിന്ത നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, നിരന്തരം അതിർവരമ്പുകൾ തോണ്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സ്വസ്ഥതയും കൊടുക്കാതിരിക്കുന്ന ദുർബലന്റെ ഒരു മനോഭാവമാണ് അവിടെ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വാസ് എ കാറ്റഗോറിക് assurance to Indian population that Pakistan cannot have any more of incursions on India. ഇന്ത്യക്കെതിരെ വീണ്ടും നുഴഞ്ഞുകയറ്റം ഉണ്ടാവുന്നില്ല. പാകിസ്ഥാന്റെ മണ്ണ് ഭീകരതയ്ക്ക് വളമാകാൻ ഇനി സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ തുടരും. നിർത്തിവെച്ചൊരു കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, നിർത്തിവെച്ചു അല്ലെ ക്യാപ്റ്റൻ അബേൻസ്, അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുന്നു. ആ നിർത്തിവെച്ചത് ഏത് നിമിഷവും പുനരാരംഭിക്കാം. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്ന് ട്രംപിന്റെ പ്രസ്താവന ആ സെൻസിൽ നോക്കിയാൽ അബദ്ധമാണ്. അത് അവസാനിച്ചിട്ടില്ലല്ലോ. തൽക്കാലത്തേക്ക് ഒരു ധാരണയായി ഇന്ത്യ പാകിസ്ഥാൻ DGMO തലത്തിൽ ഒരു ധാരണയായി വെടിനിർത്തുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം ഉണ്ടാവില്ല. പക്ഷെ അതിനർത്ഥം തീവ്രവാദികൾ കടന്നു കയറുന്നു എങ്കിൽ സർ ക്രീക്ക് വഴിയാകട്ടെ, കാശ്മീർ അതിർത്തി വഴിയാകട്ടെ, മറ്റേതെങ്കിലും ഇടത്തൂടെയാകട്ടെ, ഇത് തുടരും. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് ഇപ്പോഴൊരു സ്ട്രാറ്റജിക് പോളിസി ഉണ്ട്. പരമ്പരാഗതമായി ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്നും മാറി മറ്റ് ഇടങ്ങളിലേക്ക് കൂടി, പ്രത്യേകിച്ച് കറാച്ചിക്ക് നേരെ
വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തണം എന്ന ഒരു തന്ത്രപരമായ തീരുമാനം. ആ തീരുമാനത്തിനുള്ള പ്രധാന ഹബ്ബായിരിക്കും സർക്രീക്ക്. കാരണം പാകിസ്ഥാനെ ചോക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ത്യയെ നാവികമായി ഉപരോധം ഏർപ്പെടുത്താൻ വല്ലാതെ കഷായിക്കും. ഇപ്പം ചൈന സ്ട്രിംഗ് പേഴ്സ് പോളിസിയിലൂടെ ഇന്ത്യക്ക് നേരെ ഉപരോധമെന്നല്ല, ഒരു സമ്മർദ്ദം. പാകിസ്ഥാന്റെ തെക്കൻ തുറമുഖം ഗദ്ദാർ തുറമുഖം, അതുപോലെ മാലദ്വീപിലെ തുറമുഖങ്ങൾ, ശ്രീലങ്കയിലെ ഹംബൻ തോറ്റ തുറമുഖം, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം, ഇങ്ങനെ പല തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ രാജ്യങ്ങളെയൊക്കെ പാർട്ടിലാക്കി ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താം എന്നാഗ്രഹിച്ചാലും ശരി, വിശാലമായ കടലോരമാണ് ഇന്ത്യക്കുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. കൽക്കട്ടയുണ്ട്, വിശാഖപട്ടണമുണ്ട്, പിന്നെ തൂത്തുക്കുടിയുണ്ട്, ചെന്നൈ ഉണ്ട്, ഇങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഇവിടെ കൊച്ചി വിഴിഞ്ഞം പുതിയ പദ്ധതിയാണ്, കൊച്ചി തുറമുഖമുണ്ട്, ഇങ്ങനെ മംഗലാപുരം, അങ്ങനെ കൊങ്കൺ ബെൽറ്റിൽ പോയി ബോംബെ വഴി കണ്ടില്ല. ഇത് ഇവിടെ എല്ലാം തന്നെ ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും ഒറീസയുടെയും ബംഗാളിൻ്റെയും തീരത്ത് നല്ല നാവിക സന്നാഹങ്ങൾ ഇന്ത്യക്കുണ്ട്. അത് മാത്രമല്ല വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാന് അതില്ല എന്ന് ഓർക്കണം. അപ്പം നാവിക സുപ്പീരിയോറിറ്റിയാണ് പ്രധാനപ്പെട്ടത്. എയർ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് നിഷേധിക്കുന്നില്ല. ലാൻഡിൽ കടലാസിലെങ്കിലും ഇന്ത്യ കരുതലാണ്, വളരെ ശക്തമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല പാകിസ്ഥാൻ? നിരന്തരം സമ്മർദ്ദപ്പെടുത്തുക, ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുന്നതിലൂടെ ലോകരാജ്യങ്ങളിൽ ഇപ്പൊ ട്രംപിന്റെ ഒരു പിൻബലം പാകിസ്ഥാൻ ഉണ്ടെന്ന് പാകിസ്ഥാൻ കരുതുന്നു. അത് വ്യാമോഹം മാത്രമാണ്. ട്രംപ് കച്ചവടക്കാരനാണ്. തൽക്കാലത്തേക്ക് ഇന്ത്യ സമ്മർദ്ദപ്പെടുത്താൻ സമഗ്ര വ്യാപാരം. ചിലർ അങ്ങനെയും പറയുന്നുണ്ടല്ലോ, ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയാണ്, ട്രംപാണ്, കാരണം ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താനുള്ള തന്ത്രം അതാണ്. അത് അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന നറേറ്റീവ് പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് അമേരിക്ക അങ്ങനെ അറിഞ്ഞുപോലും കാണില്ല. അമേരിക്ക അറിഞ്ഞൊന്നും കാണില്ല. അമേരിക്കയ്ക്ക് ഇപ്പം ഇതിനൊന്നുമുള്ള സമയമല്ല. കാരണം ലോകത്തെമ്പാടും വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് സർക്രീക്കിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളുണ്ട് എന്ന് കരുതാനാവില്ല. അതുമാത്രമല്ല, സമഗ്ര കരാർ, വാണിജ്യ കരാർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ശത്രുവല്ല, ഇപ്പോഴും ശത്രുവൊന്നുമല്ല. ചൈനയും റഷ്യ കൗണ്ടർ ചെയ്യാൻ, റഷ്യ പോട്ടെ, റഷ്യയുമായുള്ള ബന്ധം ചരിത്രപരമാണ്, അത് നമ്മൾ അവസാനിപ്പിക്കില്ല. എണ്ണ വാങ്ങുന്നത് ഒരുപക്ഷെ കുറച്ചുകൊണ്ട് വന്നേക്കാം. ചൈനയുമായുള്ള ബന്ധം ദൃഢമാകുന്നത് അമേരിക്കയ്ക്ക് ആത്യന്തികമായി ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ത്രെട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വിധേനയും ആത്യന്തികമായി ട്രംപ് ഓർ നോ ട്രംപ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യസ് ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി കൺവേർജ്. തൽക്കാലത്തേക്ക് ട്രംപ് ഒന്ന് വിലപേശി നോക്കുന്നു എന്നേ ഉള്ളൂ. അതിന്റെ ഭാഗമായി പാകിസ്ഥാനെ പ്രലോഭിപ്പിക്കുന്നു, അസീം മുനീറിനെ വിളിക്കുന്നു, ഷഹബാസ് ഷെറീഫിനെ അവിടെ വിളിക്കുന്നു, മാമ മൂട്ടുന്നു ഒക്കെ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഇതിനെ വിവരിക്കാനാണ് പാകിസ്ഥാൻ താല്പര്യപ്പെടുന്നത്. പക്ഷെ അതിനുള്ള ശക്തമായ മറുപടിയാണ് ഇന്ത്യ. മറുപടി വാക്കുകൾ കൊണ്ടല്ല പറയുന്നത്, ചെയ്ത് കാട്ടുക. നോക്കൂ, ഞങ്ങൾ എത്രത്തോളം കോർഡിനേറ്റഡ് ആണ്. എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ കരസേന, ഇതെല്ലാം തന്നെ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സർക്രീക്ക് എന്ന് പറയുന്നത് നാവിക അഭ്യാസം മാത്രം നടക്കുന്ന മേഖലയാണെന്നാണല്ലോ പറയുന്നത്. നാവികസേനയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ട്, അവിടെ കരഭാഗമുണ്ട്. റാൻ ഓഫ് കച്ചിന്റെ പടിഞ്ഞാറൻ ഭാഗമാണെന്ന് ഓർക്കണം. അവിടെ കരസേനയുടെ ഹെലികോപ്റ്ററുകളുണ്ട്. അപ്പം വ്യോമാഭ്യാസം അവിടെ വളരെ പ്രധാനമാണ്. കപ്പലുകൾക്ക് അതിലേക്ക് കടന്നു കയറാൻ കഴിയണം, ഗൺബോട്ടുകൾ കടന്നു കയറാൻ കഴിയണം. ആ രീതിയിലുള്ള മിലിറ്ററി മെനൂവറിംഗ് പാകിസ്ഥാനേക്കാൾ ബഹുഘാതം മുന്നിലാണ് ഭാരതം. ഇത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, അതാണ് ഷോ ഓഫ് സ്ട്രെങ്ത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ 1-ാം തീയതി ഒക്ടോബർ മാസം 31-ാം തീയതി മുതൽ നവംബർ മാസം 10-ാം തീയതി വരെ ഒരു വലിയ ഒരു എയർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ വിമാനം പറത്താൻ, ചില പ്രദേശങ്ങളിൽ വിമാനം പറത്താൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇത്രയും ദിവസത്തെ അഭ്യാസമാണ്. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ നോട്ടീസ് കൊടുത്തിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം നടക്കുന്നു. അതിനിടയിൽ അവർക്ക് എവിടെയാണ് സമയം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കാൻ? അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ പഷ്തുക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അതിശക്തമായി പാകിസ്ഥാനെതിരെ മുന്നേറുന്നു. ഇത് രണ്ടും ഇന്ത്യയുടെ പ്രേരണയാലാണ് എന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ജനതയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടേക്ക് ശ്രദ്ധ ഇത് അഫ്പാക്ക് മേഖലയിൽ നിന്നും, തോറാബോറ ഹിൽസ്, അതുപോലെ അഫ്പാക്ക് മേഖല, പഷ്തൂണിസ്ഥാൻ, ആ മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ വളരെ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. താലിബാൻ അഫ്ഗാനിസ്ഥാനാണ് പാക് താലിബാനെ
പ്രോംപ്റ്റ് ചെയ്യുന്നത്. പാക് താലിബാനും അഫ്ഗാൻ താലിബാനും എല്ലാം ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവിടെ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തിരിയുന്നതിൽ നിന്നും സ്വല്പം തിരിച്ചുവിടാനാണ് സർക്രീക്ക് വിഷയം പാകിസ്ഥാൻ പൊക്കിക്കൊണ്ടുവന്നത്. അതിനുള്ള ശക്തമായ മറുപടിയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതും ഇപ്പോഴിതാ സംയുക്ത സൈനിക അഭ്യാസം നടക്കാൻ പോകുന്നതും അതിന്റെ പശ്ചാത്തലത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.